ശരി. എന്തിനാ ഞാൻ കോയിലകത്തേക്ക് വരണമെന്ന് പറയുന്നത്? ഉത്തരവ് വാരർക്ക് നിശ്ചയില്ല. വല്യമ്പ്രാട്ടിക്കൊന്ന് കാണണത്രേ. ഇനിയൊരിക്കൽ വരാമെന്ന് പറയൂ. ഉത്തരവ് വരാണ്ട് പറ്റില്ല. വല്യമ്പ്രാട്ടിക്ക് സുഖമില്ലാതെ കിടക്കുകയാണ്. അല്ലച്ചാ ഇങ്ങോട്ട് എഴുന്നള്ളുമായിരുന്നു. എന്തോ ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടത്രേ. വലിയ ദുഃഖാവും. ഞാൻ വരാമെന്ന് പറയും. ഉത്തരവ് എപ്പോഴാണാവോ? ഇന്ന് തന്നെ വൈകിട്ട് 5 മണിക്ക്. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അപ്പൊ വാരം ഇങ്ങോട്ടും. വരാറായില്ല. വരാൻ വൈകോ ആവും. വൈകാനിടയില്ല. കളക്ടറല്ലേ? അത്ത വരണുണ്ട്. മാലതിയോ? അതെ ഭഗവതി, അവള് വന്നുവല്ലോ. ഞാൻ വിചാരിച്ചോള് വരികയാന്ന്. മോളെ എന്നെ ഒന്ന് എഴുതിച്ചിരിക്കോളൂ. വേഗം അയച്ചോട്ടെ. മോള് ഇവിടെ നിൽക്കണ്ട. ഞാൻ മാലതിയോട് അമ്മയ്ക്ക് സ്വസ്ഥ സ്വകാര്യം പറയാനുണ്ട്. മോള് പൊയ്ക്കോളൂ. അമ്മാളൂ, ആ കസാര എടുത്ത് ഇങ്ങോട്ടിട്ടോളൂ. അടിച്ചു വാരിയത് മതി. നീയും പൊയ്ക്കോ. സുഖമില്ലാണ്ടിരിക്കുക. അതുകൊണ്ടാ അങ്ങനെ ഭാര്യ പറഞ്ഞു. ബുദ്ധിമുട്ടായി കാണും ഇല്ലേ? ഓ, അങ്ങനെയൊന്നുമില്ല. അങ്ങോട്ട് ഇരുന്നോളൂ. വേണ്ട, ഞാൻ ഇന്ന് കൊള്ളാം. ഇരുന്നോളൂ. എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? പോകാൻ തിടുക്കമുണ്ടായിരിക്കും. അതൊന്നും സാരമില്ല. മറ്റൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാ ഞാൻ മാലതിയെ വിളിപ്പിച്ചതെന്ന് കൂട്ടിക്കോളൂ. പറയാൻ പാടില്ലാത്ത ഒരു കാര്യം എനിക്ക് മാലതിയോട് പറയാനുണ്ട്. എങ്ങനെയാ അതങ്ങോട്ട് പറയാ? ഏതായാലും പറയാൻ തീരുമാനിച്ചില്ലേ? ഒരിക്കൽ മാലതി എന്റെ അപേക്ഷ കേട്ടതാ. പക്ഷെ അതുകൊണ്ട് ഫലമൊന്നും ഉണ്ടായില്ല. ഞാൻ പറയുന്നത് മാലതിക്ക് മനസ്സിലാവണില്ല അല്ലേ? അന്ന് രാത്രി ഞാൻ മാലതിയുടെ വീട്ടിൽ വന്നു. എന്തെല്ലാം പറഞ്ഞിട്ടും മാലതി കേട്ടില്ല. അവസാനം ഞാൻ കാല് പിടിച്ച് അപേക്ഷിച്ചപ്പോൾ എനിക്ക് വേണ്ടി ഉണ്ണിയെ മറക്കാമെന്ന് മാലതി സമ്മതിച്ചു. അങ്ങനെ ഇന്ദുവിനെ ഉണ്ണി വിവാഹം ചെയ്തു. പക്ഷെ കല്യാണം കഴിഞ്ഞുവെന്ന് മാത്രം. ഉണ്ണി ഇപ്പോഴും ഇന്ദുവിന്റെ കണ്ണുനീര് കാണാൻ എനിക്കിനി വയ്യ. മാലതി ഒരാൾ വിചാരിച്ചാൽ മാത്രമേ ഇതൊക്കെ ഒന്ന് നേരെയാക്കാൻ കഴിയൂന്ന് എനിക്കറിയാം. അതിനുവേണ്ടി ആ മാലതിയെ ഞാൻ വിളിപ്പിച്ചത്. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഒരു സ്ത്രീയോടും ഇങ്ങനെ ആവശ്യപ്പെടാൻ പാടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ആവശ്യക്കാർക്ക് ഔചിത്യമില്ലല്ലോ. മാലതി പറഞ്ഞാൽ മാത്രമേ അവൻ കേൾക്കൂ. ഞാനോ? മാലതിയുടെ ബുദ്ധിമുട്ടുകൾ എനിക്കറിയാം. എന്നാലും എന്റെ അവസാനത്തെ ആഗ്രഹമായത് മരിക്കുന്നതിന് മുൻപ് ഉണ്ണിയും ഇന്ദുവും ഭാര്യാഭർത്താക്കന്മാരായി കഴിയുന്നത് എനിക്കൊന്ന് കാണണം. മാലതി പറഞ്ഞാൽ ഉണ്ണി കേൾക്കാതിരിക്കില്ല. മാലതി പറഞ്ഞാൽ മാത്രമേ ഉണ്ണി കേൾക്കൂ.
മാലതി ഉണ്ണിയോട് പറയില്ലേ? മറ്റൊന്നും എനിക്ക് അപേക്ഷിക്കാനില്ല. എന്നെയും ഒരു സ്ത്രീയായിട്ടെങ്കിലും അംഗീകരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പറയാൻ പാടില്ലാത്തതാ ഞാൻ പറയുന്നതെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. എന്നാലും ഇങ്ങനെയൊരു പരീക്ഷണം കൂടി വേണോ? എന്നോട് ക്ഷമിക്കൂ മാലതി, എന്നോട് ക്ഷമിക്കൂ. എന്റെ അവസാനത്തെ ആഗ്രഹമായത്. ശരി. എന്റെ ദേവി, എന്റെ ഉണ്ണിക്ക് നല്ല ബുദ്ധി കൊടുക്കണേ.